ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വീമ്പിളക്കുന്നല്ലാതെ ആരും ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഇതുവരെ കൊടുത്തായിട്ട് കാണുന്നില്ല. പരാതിക്കാര് അവിടെ ഇവിടെയൊക്കെ പറയുന്നതല്ലാതെ നമുക്കൊരു കോഗ്നിസൻസ് എടുക്കാൻ കഴിയില്ല. പോലീസിന് ഒരു കംപ്ലൈന്റ് കിട്ടിയെങ്കിൽ മാത്രമേ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് ചാനലിലും ടി വിയിലൊക്കെ നമ്മൾ കണ്ടല്ലോ, റീനി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വന്ന് പറയുന്നത്. പക്ഷെ അവര് ആരാണ് തന്നെ മോശമായി പെരുമാറിയത് എന്ന് പേര് അവർ പറയുന്നില്ല. അത് ചില ഇൻഡിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് വെച്ച് നമുക്ക് ഒരാളെ ഫിക്സ് ചെയ്യാൻ കഴിയില്ല. ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണമെങ്കിൽ, ഒരു കേസ് എടുക്കണമെങ്കിൽ കോജന്റ് ആയിട്ട് തന്നെ പറയണം, കൃത്യമായിരിക്കണം മൊഴി. അല്ലാതെ അവിടെ ഇവിടെ തൊങ്ങലും തൊഴിയും വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ആളെ അതിനകത്ത് ഇംപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടോ അയാളുടെ പേരും അഡ്രസ്സും പറയാതെ, വ്യക്തിയെ പറയാതെ, അയാളെപ്പറ്റി ചില ആരോപണങ്ങൾ പറയുന്നതിന് ചില വെച്ച് പറഞ്ഞ് അതനുസരിച്ച് പോലീസ് കേസ് എടുക്കാനായിട്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. അതുകൊണ്ട് റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് കേസ് എടുക്കാൻ ഒക്കുള്ളൂ. മറ്റെല്ലാം ഇൻഡയറക്റ്റ് എവിഡൻസ് ആണ്, അത് പോലീസ് സ്വീകരിക്കത്തില്ല. ഒരു SHOയ്ക്ക് ബോധ്യം വന്നെങ്കിൽ മാത്രമേ, ആ കുറ്റം ചെയ്തു എന്ന് ബോധ്യം വന്നെങ്കിൽ മാത്രമേ കേസെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് രാഹുലിനെതിരായിട്ട് ഇന്ന് വരെ ഒരു കേസെടുക്കത്തക്ക രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ ആരും നടത്തിയിട്ടില്ല.